കുട്ടി നവീന് പരിചയമുണ്ടോ? ചെറിയൊരു പരിചയം. ഇതെന്റെ ഭാര്യ. ഹലോ ഗാദ, വാട്ട് ഹാപ്പൻഡ്? കഴിഞ്ഞതൊക്കെ ഓർത്ത് താൻ എപ്പോഴും പേടിച്ചിരിക്കുകയാണോ? അല്ല, പേടിയൊന്നുമില്ല എനിക്ക്. നവീൻ എന്റെ കൂടെയുള്ളപ്പോ ഞാൻ സേഫ് ആണെന്ന് എനിക്കറിയാം. ദേ, ആ വഴി അങ്ങോട്ട് വനത്തേക്കാ പോണ്ടേ. ഗാദയ്ക്ക് ഉറപ്പാണല്ലോ അല്ലേ? ആ, ഉറപ്പാ. നമ്മള് തിരിച്ച് ആ വഴി തന്നെയാ പോണ്ടേ. അയ്യോ നവീൻ, അങ്ങോട്ടേക്കല്ല. ആ, ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടേക്കാ പോണ്ടേ, റൈറ്റിലേക്ക്. നമുക്ക് അല്പം ചുറ്റിക്കറങ്ങിട്ട് പോവാം. എന്താ തിരക്ക്? ഈ മഞ്ഞും തണുപ്പൊക്കെ ഉള്ള പാതിരാത്രിയിലോ? അത് കൊള്ളാം. ആരീ പറയുന്നത്? നട്ടപ്പാതിരേക്ക് കാടിന്റെ ആംബിയൻസ് കാണാനായിട്ട് മോളിക്കുട്ടിയുടെ കൂടെ ഓട്ടോയിൽ ഇറങ്ങി പുറപ്പെട്ട കാതയും. സത്യത്തിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായത് നന്നായി. അതെന്താ? അതുകൊണ്ട് ഇങ്ങനൊരു നല്ല യാത്ര നമുക്ക് കിട്ടിയില്ലേ? നമ്മുടേതായ കുറച്ച് സ്വകാര്യ സുന്ദര നിമിഷങ്ങൾ. പോവാം. അയ്യേ, ഇത് ഓട്ടോറിക്ഷയാണോ അതോ ഇടയുന്ന കൊച്ചിന് ടയർ വെച്ച് കൊടുത്താണോ? അല്ല, വണ്ടിയുടെ സ്പീഡ് കണ്ടിട്ട് ചോദിച്ചാണേ. ഇതിനേക്കാളും ഭേദം നടന്നു പോകുന്നതായിരുന്നു. ഇതെന്തൊരു തല്ലിപ്പൊളി ഓട്ടോയാ? മര്യാദക്ക് നാവടക്ക് മിണ്ടാതിരുന്നോണം. ഈ വണ്ടി ഓടിക്കുന്നതേ ഞാനാ. ഇത് സ്പീഡിൽ ഓടിക്കണോ അതോ പതുക്കെ ഓടിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഞാനായിരുന്നെങ്കിലേ എപ്പോഴാ വീട്ടിലെത്തിയേനെ. എന്നാ പിന്നെ താൻ ഇങ്ങോട്ട് കയറിയിരുന്ന് ഓടിക്കും. ഈ ലക്ഷങ്ങൾ വിലയുള്ള കാർ ഓടിക്കുന്നത് പോലെ അത്ര സുഖമൊന്നും അല്ല ഓട്ടോറിക്ഷ ഓടിക്കാൻ. ഇതേ കുറച്ച് പ്രയാസമാ. സാധാരണക്കാരുടെ വണ്ടിയാ ഓട്ടോ. ഇതിങ്ങനെയൊക്കെ പോവും. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൽ യാത്ര ചെയ്താൽ മതി. ഇല്ലെങ്കിലേ ഇറങ്ങി നടന്നു പോയിക്കും. ഹലോ, എന്നെ അത്രയ്ക്കൊക്കെ കൊച്ചാക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കറിയാം ഇത് ഓടിക്കാൻ. ഓ, ഇങ്ങോട്ട് മാറ്, ഞാൻ ഓടിച്ചു കാണിക്കാന്നേ. പിന്നെ അല്ലാതെ. എന്നാ പിന്നെ അങ്ങോട്ട് ഓടിക്കും. അതെ, ഇപ്പൊ നോക്കി പഠിച്ചോണം എങ്ങനെയാ ഓട്ടോ ഓടിക്കുന്നതെന്ന്. എന്നോടാ, പിന്നെ അല്ലാതെ. ഇതിനേക്കാളും വലിയ വണ്ടി ഓടിച്ചിട്ടുള്ള ഈ മാണിക്കുഞ്ഞ് എന്നോടാ കളി. അമ്മച്ചി, താൻ എന്താടോ എന്നെ കൊല്ലം കൊണ്ടുപോകണോ? വണ്ടി ഓടിക്കാൻ വന്നേക്കുന്നു. ഒരബദ്ധം പറ്റിയതാ. ശരിക്കും ഞാൻ വണ്ടി ഓടിച്ച് കാണിക്കാം. അയ്യോ വേണ്ട, താൻ ഇനി ഒന്നും കാണിക്കണ്ട. വണ്ടിയെ ഞാൻ എടുത്തോളാം. ഒന്ന് ഇറങ്ങി തരുവോ? അതെ, വണ്ടിയെ ഞാനേ ഒന്നും പറയണ്ട, ഇങ്ങോട്ട് മാറി നിൽക്ക്. അതുകൊണ്ടാ വണ്ടി ഓടിക്കാൻ വന്നേക്കുന്നു. ഞാൻ ഓടിക്കാതെ. ന്യൂട്രൽ ഇടു കുട്ടി, എന്നാലേ വണ്ടി സ്റ്റാർട്ടാവൂ. ഇതിന്റെ കാര്യത്തിലേ തീരുമാനമായി. ഇനി ഇതിവിടെ തള്ളി കയറ്റാനേ പറ്റൂ. മര്യാദയ്ക്ക് അങ്ങോട്ട് തള്ളു. തന്റെ വാക്ക് കേട്ട് വണ്ടി ഓടിക്കാൻ തന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ലക്ഷറി വണ്ടി ഓടിക്കുന്ന ആളാണ് പോലും. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നേ? ഈ അവസരം നമുക്ക് ദൈവമായിട്ട് കൊണ്ടുതന്നാണെന്നല്ലേ താൻ വിചാരിച്ചത്?
അയ്യോ നവീൻ, നമുക്ക് തിരിച്ചു പോയാലോ? എനിക്ക് തിരിച്ചു പോകണമെന്നില്ല. നേരം പുലരും വരെ നമുക്കിവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം. ഹാ, അത് കൊള്ളാം. ഈ രാത്രിയില് ഈ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കാനോ? ആരെങ്കിലും കണ്ട ഭ്രാന്താണെന്ന് വിചാരിക്കും. വിചാരിച്ചോട്ടെ, ഇതൊരു സുഖമുള്ള ഭ്രാന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ. എന്റെ സ്നേഹം ഭ്രാന്താണെങ്കിൽ ഈ ഭ്രാന്ത് തന്നെ എന്റെ ജീവൻ. എനിക്ക് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. ഈ സന്തോഷം മാത്രം അനുഭവിച്ചാൽ മതി. നിലാവും മഞ്ഞും നമ്മൾ രണ്ടാളും മാത്രമുള്ള ഈ രാത്രി. ഇവിടെ ആരും നമ്മളെ ശല്യപ്പെടുത്താനില്ല. അപ്പോ നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ നിൽക്കാനാണോ ഉദ്ദേശം? നേരം പുലരുന്നവരെ മാത്രമല്ല, താനെങ്ങനെ അടുത്തുണ്ടെങ്കിൽ ലോകം അവസാനിക്കുന്നത് വരെയും ഞാൻ എങ്ങനെ ഇരിക്കുക ഒരുക്കോ. കുറച്ചു കഴിയുമ്പോ ഈ മഞ്ഞെല്ലാം മായും, ഇരുട്ടൊക്കെ മാറും. പിന്നെ പഴയ കാഴ്ചകളിലേക്ക് തിരിച്ചു പോകും. എന്ത് വേണേലും സംഭവിച്ചോട്ടെ, ജീവിതകാലം മുഴുവൻ നമ്മളതിനെ ഒന്നിച്ചുണ്ടാവും.